മനോരമയ്ക്കും മാതൃഭൂമിക്കും ഒരേ വാർത്ത, ചൂടുള്ള വാർത്ത. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച ബജറ്റ് നിർദ്ദേശത്തിന്റെ അഴിമതിയുടെ ചീഞ്ഞ നാറ്റം മാച്ചുകളയാൻ വി.ഡി. സതീശൻ മനോരമയോടും മാതൃഭൂമിയോടും കുറച്ച് ഉണക്കച്ചെമ്മീൻ ചൂടാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പത്രത്തിലേക്ക് പോകാം. സ്പിരിറ്റ് കലക്കി വിൽക്കാനും ഇടതു സർക്കാരിന്റെ അനുമതി എന്ന് മാതൃഭൂമിയും, പഴമല്ല സ്പിരിറ്റ് തന്നെ എന്ന് മലയാള മനോരമയും ഒന്നാം പേജിൽ തന്നെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകാനാണ് LDF സർക്കാരിന്റെ കാലത്ത് ആലോചിച്ചതെന്ന CPM-ന്റെ വിശദീകരണം തെറ്റാണെന്ന് രേഖ എന്നാണ് മനോരമ എഴുതിയിരിക്കുന്നത്. എന്നാൽ CPM ഇത് മറച്ചു വെച്ചിട്ടുണ്ടോ? LDF തന്നെയാണ് കൊണ്ടുവന്നത്. 3 കാറ്റഗറികളിലായി. അതൊക്കെ ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചതാണ്. 40 വൈൻ, 40 ലിക്വർ, ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ. 3 നയത്തിൽ പറഞ്ഞ് LDF-ന്റെയും ക്യാബിനറ്റിന്റെയും അനുമതിയോടെ ജനങ്ങളുടെ മധ്യത്തിൽ അവതരിപ്പിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് ചട്ടം ഭേദഗതി ചെയ്ത് LDF തന്നെയാണ് കൊണ്ടുവന്നത്. മെക്കണ്ട ഇന്ത്യ, SDF, മറ്റു കത്തുകളും, പയ്യവൂർ സഹകരണ ബാങ്കിന്റെ കത്ത് ഉൾപ്പെടെ എല്ലാം ചേർത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിർവചനം എന്താണ് എന്ന് ഫലപ്രദമായ പരിശോധനയിലൂടെ റിപ്പോർട്ട് കിട്ടണം എന്നാണ് ഞാൻ എഴുതിയത്. വി.ഡി. സതീശൻ കയ്യോടെ പിടിക്കപ്പെട്ടപ്പോഴാണ് മനോരമയ്ക്കും മാതൃഭൂമിക്കും ഇത് കുറ്റമായി തോന്നിയത്. എക്സൈസ് വകുപ്പ് തയ്യാറാക്കിയ കരട് ചട്ട ഭേദഗതി നിയമവകുപ്പിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 2022 നവംബർ 9 UDF MLA-മാർ കൂടി ഉൾപ്പെടുന്ന നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറങ്ങിയത്. ചട്ടഭേദഗതി അന്നത്തെ എക്സൈസ് മന്ത്രിക്ക് സമർപ്പിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ സെക്രട്ടറിയായ രത്തൻ യു ഖേൽക്കർ ആണ്. ഖേൽക്കറുടെ ഭേദഗതി 2023 ജനുവരി 6 ഉത്തരവായും ജനുവരി 11 ഗസറ്റ് വിജ്ഞാപനമായും വന്നു. അന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത എന്ത് കാര്യമാണ് വി.ഡി. സതീശൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്? ചട്ടം ഭേദഗതിയിൽ അഴിമതിയില്ല. വി.ഡി. സതീശന്റെ തന്നെ മുന്നറിയിപ്പ് കേൾക്കൂ. നികുതി കുറയ്ക്കുമ്പോഴാണ് കോടികൾ കിട്ടുക. കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. അതെ, ചട്ടം ഭേദഗതി ചെയ്യുമ്പോഴല്ല, മദ്യക്കമ്പനികൾക്ക് നികുതി കുറച്ചു കൊടുക്കുമ്പോഴാണ് കോടികൾ വരിക എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞു തരുന്നത്. നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ്. 2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന്, LDF സർക്കാരിന്റെ കാലത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി നിരക്ക് നിശ്ചയിച്ചു എന്നും ബിയറിന്റെ 116-നും വിദേശ മദ്യത്തിന്റെ 251-നും ഇടയിലാണ് GST ശുപാർശ ചെയ്ത നികുതി നിരക്ക് എന്നുമാണ് മാധ്യമം പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 116-ന്റെയും 251-ന്റെയും ഇടയിലുള്ള സംഖ്യ 120 ആണോ? അത് 184 അല്ലേ? GSTയുടെ നിർദ്ദേശം അങ്ങനെ ഒന്നുണ്ടെങ്കിൽ വി.ഡി. സതീശൻ തള്ളിയത് പുതിയ റിപ്പോർട്ട് സ്വന്തം വകുപ്പിൽ, അതായത് GSTയിൽ നിന്ന് ഒന്നുകൂടി എഴുതി വാങ്ങിയിട്ടാണോ? രണ്ടാമത്തെ കാര്യം, MP രാജേഷ് എക്സൈസ് മന്ത്രി ആയിരിക്കവേ ബക്കാടി കമ്പനി നികുതി നിശ്ചയിക്ക് എന്ന് പറഞ്ഞ് കത്തുകൾ എഴുതിയിരുന്നുവെന്നും 3.5 കൊല്ലം MP രാജേഷ് കണ്ടതായി നടിച്ചില്ല എന്നുമുള്ളത് ഇപ്പോ പൊതു അറിവാണല്ലോ. ബക്കാടി പുറത്തു നിന്നും തുടർച്ചയായി കത്തെഴുതുമ്പോൾ നിയമസഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ UDF MLA-മാർ നിരന്തരം ബക്കാടിക്കു വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ബക്കാടി അപേക്ഷ നൽകിയിട്ടുണ്ടോ? പ്രത്യേക നികുതി ഏർപ്പെടുത്തണമെന്ന് ബക്കാടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ബക്കാടി കമ്പനി മദ്യം വിൽക്കാൻ അനുമതി തേടിയിരുന്നോ? നികുതി കുറയ്ക്കണമെന്ന് ബക്കാടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? എന്തൊക്കെ ചോദ്യങ്ങളാണ്! ബക്കാടി കമ്പനിയുടെ കത്തവിടെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടെന്നും അത് ശരവേഗത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചാൽ ബമ്പറടിക്കാമെന്നും സതീശന് പറഞ്ഞു കൊടുത്തത് ആരാണ്? അന്നത്തെ ടാക്സ് സെക്രട്ടറി രത്തൻ യു ഖേൽക്കർ ഇപ്പോൾ വി.ഡി. സതീശന്റെ സ്വന്തം സെക്രട്ടറിയാണ്. എന്താ അല്ലേ? ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് വി.ഡി. സതീശൻ സിൻഡിക്കേറ്റിന്റെ ഉണക്കമീൻ ചുടൽ. പണ്ടാരോ പറഞ്ഞ ഒരു ചക്കപ്ലാവിന്റെ കഥ ഓർമ്മ വരുന്നു. ചക്ക പഴുത്ത് അതിൽ പക്ഷികളും അണ്ണാനും കൊത്തി താഴെ വീണ് കുരുമുളച്ച് ഒരു പേട്ട് ചെടി വളർന്നു വരുന്നതാണ് കേരളത്തിന്റെ UDF അനുഭവം. അധികാരത്തിൽ വന്ന് 3-ാം നാൾ തന്നെ സ്ഥിരം ഭണ്ഡാര മാർഗമായിട്ടുള്ള
മദ്യത്തെ തന്നെ UDF ആശ്രയിച്ചതിന് നിറഞ്ഞ കൂപ്പുകൈ. നല്ല നമസ്കാരം.